നമ്മുടെ രാജ്യത്തിരുന്നു കൊണ്ട് തന്നെ നമ്മുടെ രാജ്യത്തിന് ഒറ്റിക്കൊടുത്ത കുറേ എണ്ണങ്ങളെ ഇന്ന് പിടിച്ചിട്ടുണ്ട്. അപ്പം അതിൽ തന്നെ ജ്യോതി മൽഹോത്ര എന്ന് പറഞ്ഞ ഒരു ട്രാവൽ വ്ളോഗർ ഉണ്ട്. നിങ്ങൾ ആലോചിക്കണം, ഞാനിപ്പോൾ ഈ സോഷ്യൽ മീഡിയയിൽ ഭയങ്കര ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഒരാളാണ്. എനിക്കറിയുന്ന ഒരുപാട് ട്രാവൽ വ്ളോഗേഴ്സ് പല പല രാജ്യങ്ങളിൽ പോയി വരുന്നവരുണ്ട്. പലരും ഇന്ത്യയിൽ തന്നെ പല സ്ഥലങ്ങളിലും കറങ്ങി വ്ളോഗ് ഇടുന്നവരുണ്ട്. ഞാനും ഇടയ്ക്ക് പല സ്ഥലങ്ങളിൽ പോകുന്ന സമയത്ത് വ്ളോഗും കാര്യങ്ങളൊക്കെ എടുക്കാറുണ്ട്. നമ്മുടെ ഇടയിൽ തന്നെ നിങ്ങൾ ആലോചിക്കണം, നമ്മുടെ രാജ്യത്തിരുന്ന് നമ്മുടെ രാജ്യത്തിൻ്റെ എല്ലാ ഫ്രീഡവും ഫെസിലിറ്റിയും അനുഭവിച്ച് നമ്മുടെ ശത്രു രാജ്യമായ പിച്ചസ്ഥാന് വേണ്ടിയിട്ട് പണിയെടുക്കുന്ന പിച്ച പരിപാടി കാണിക്കുന്ന നാറി മക്കൾ കുറേയാണ്. അതിലാണും പെണ്ണുമായിട്ട് എല്ലാം ഉണ്ട്. അതിൽ ഹിന്ദു മുസ്ലിമും സിഖും ക്രിസ്ത്യനുമായിട്ട് എല്ലാം എണ്ണുണ്ട്. 6 എണ്ണത്തിനെയാണ് ഇന്ന് പൊക്കിയിട്ടുള്ളത്. ഈ 6 എണ്ണത്തിൻ്റെയും കണക്ഷൻ എങ്ങനെയാണ് വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹരിയാന ബേസ്ഡ് യൂട്യൂബറായ ജ്യോതി മൽഹോത്ര, ഇവരുടെ യൂട്യൂബ് പേജ് ഞാനിവിടെ നിങ്ങൾക്ക് വെച്ച് തരാം. ട്രാവൽ വിത്ത് ജോ എന്നാണ് ഇവരുടെ യൂട്യൂബ് പേജ്. ആൻഡ് ഇവരുടെ ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ സ്ക്രീൻഷോട്ട് ഞാനിവിടെ വെക്കുന്നുണ്ട്. ഒരു കേരളത്തിലൊക്കെ വന്നു പോയിട്ടുണ്ട് കേട്ടോ. ഞാൻ ആ ഫോട്ടോ ആണ് ആദ്യം തന്നെ പിൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. നാട്ടുകാർ പോയിട്ട് തന്തയ്ക്കും തള്ളയ്ക്കും വിളിക്കുന്നത് ആ ഒരു ഫോട്ടോൻ്റെ അടിയിലുമാണ്. ഞാനും പോയി കൊടുത്തിട്ടുണ്ട്. ഒരു മനസ്സമാധാനം വേണ്ട. ഇമാതിരി നാറിത്തരം കാണിക്കുന്ന ഏതൊരുത്തനോ ഒരുത്തിയാണെങ്കിലും പറയാനുള്ളത് 10 പറയണം. കാരണം രാജ്യത്തിൻ്റെ കാര്യത്തിൽ നോ കോംപ്രമൈസ്. ഓക്കെ, അപ്പോൾ ഇവർ 2 പ്രാവശ്യമായിട്ട് പിച്ചസ്ഥാനിൽ പോയിട്ടുണ്ട്. 2 വട്ടം പോയി. അപ്പോൾ ഇവർക്ക് വിസ ഒബ്റ്റെയിൻ ചെയ്യാനും വിസ കാര്യങ്ങൾക്കൊക്കെ അവിടുത്തെ ഒരു കമ്മീഷൻ ഏജൻറ്റ് ത്രൂ ആണ് ഇവർ ചെയ്തിട്ടുള്ളത്. അവർ അതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽഡ് വീഡിയോ എന്ന് പറഞ്ഞിട്ട് അവരുടെ യൂട്യൂബ് ചാനലിനകത്ത് തട്ടിയിട്ട് വിട്ടിട്ടുണ്ട്. എന്നാൽ പിന്നെ ഇന്ത്യയിൽ നിന്ന് കുറച്ച് എണ്ണത്തിനെയും കൂടി കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യാം, അവിടെ കൊണ്ടുപോയിട്ട് അവരുടെ റൂട്ടിലേക്ക് മാറ്റാമല്ലോ. ഇസാനുൽ റഹീം എന്ന് പറഞ്ഞിട്ടുള്ള, അല്ലെങ്കിൽ ഡാനിഷ് എന്ന് ചുരുക്കപ്പേരിൽ വിളിക്കുന്ന ഒരു ചങ്ങാതി, അതായത് പിച്ചസ്ഥാൻ്റെ ഹൈ കമ്മീഷൻ ആയിട്ട് ഡൽഹിയിൽ വർക്ക് ചെയ്യുന്ന ഒരുത്തനാണ്. ഇവനാണ് ഈ കൂട്ടത്തിൽ മേജറായിട്ട് ഈ 6 പേരുമായിട്ട്, മേജർ എന്നല്ല 6 പേരുമായിട്ട് പല രീതിയിലുള്ള ബന്ധം വെച്ചിട്ടുള്ളവൻ. ഇവനാണ് ഇവിടെ ഇരുന്നു കൊണ്ട് പിച്ചസ്ഥാന് വേണ്ടി നമ്മുടെ നാട്ടിലെ ആളുകളെ ഈ പരിപാടിക്ക് പിച്ചസ്ഥാൻ്റെ ഓപ്പറേഷന് വേണ്ടിയിട്ട് ഇവനാണ് മുൻകൈ എടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇവനാണ് പിച്ചസ്ഥാൻ്റെ ഇൻ്റലിജൻസിന് വേണ്ടിയിട്ട് ഇവിടുന്ന് ഈ ഓപ്പറേഷൻസൊക്കെ കൈകാര്യം ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവരുടെ ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് ഇന്ത്യയിലുള്ള വ്ളോഗേഴ്സിനെ യൂസ് ചെയ്തിട്ട് പിച്ചസ്ഥാനെ പൊക്കി പറയിക്കുക അവിടെ കൊണ്ടുപോയിട്ട്. രണ്ടാമത്തെ കാര്യം, ഇതേ ട്രാവൽ വ്ളോഗേഴ്സിനെ കൊണ്ട് എന്ത് ചെയ്യുക, ഇന്ത്യയുടെ മുക്കും മൂലയൊക്കെ പല ഹൈ സെക്യൂർ ഏരിയാസിൻ്റെയും ഇൻഫർമേഷൻ ഫോട്ടോസ് വീഡിയോസൊക്കെ എടുപ്പിക്കുക. കാരണം ഇവരാകുമ്പോൾ വ്ളോഗേഴ്സ് ആകുമ്പോൾ അധികം ആരും എന്ത് ചെയ്യില്ല, കൂടുതലായിട്ട് ഇതൊന്നും അങ്ങനെ ബാക്കി പോലീസോ സെക്യൂരിറ്റിയോ ഒന്നും മൈൻഡ് ചെയ്യില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഇവരെ നന്നായിട്ട് യൂസ് ചെയ്തു. അപ്പോൾ എന്താണെങ്കിലും ഡീറ്റെയിൽ ആയിട്ട് ഞാനിവിടെ നമ്മളെ മലയാളത്തിൽ ഒന്ന് ന്യൂസ് ചെയ്യാൻ വെക്കാം. പാകിസ്ഥാന് വിവരങ്ങൾ ചോർത്തി നൽകിയതിന് വ്ളോഗറായ യുവതി ഉൾപ്പെടെ 6 പേരാണ് പിടിയിലായത്. ഹരിയാനയിലെ ട്രാവൽ വ്ളോഗറായ ജ്യോതി മൽഹോത്ര, പഞ്ചാബ് സ്വദേശിനി ഗുസാല, യാമീൻ മുഹമ്മദ്, ഹരിയാന സ്വദേശികളായ ദേവീന്ദർ സിംഗ് ധില്ലൺ, അർമാൻ തുടങ്ങിയവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഡൽഹിയിലെ പാക് ഹൈക്കമ്മീഷൻ സ്റ്റാഫ് അംഗമായിരുന്ന ഇസാനുൽ റഹീം എന്ന ഡാനിഷ് മുഖേന പാക് ചാര സംഘടനയിൽപ്പെട്ടവരുമായി ബന്ധം പുലർത്തിയെന്നും വിവരങ്ങൾ കൈമാറിയെന്നും കണ്ടെത്തിയതിന് പിന്നാലെയാണ് വ്ളോഗർ അടക്കമുള്ളവരെ പിടികൂടിയത്. 2023 യുവതി പാകിസ്ഥാൻ സന്ദർശിച്ചിരുന്നു. ഈ സമയത്താണ് ഡൽഹിയിലെ പാക് ഹൈക്കമ്മീഷൻ അംഗമായിരുന്ന ഡാനിഷുമായി പരിചയത്തിലായത്. ഇയാൾ പിന്നീട് ജ്യോതിയെ പാക് ചാര സംഘടനയുമായി ബന്ധപ്പെട്ട പലർക്കും പരിചയപ്പെടുത്തി നൽകിയെന്നും റിപ്പോർട്ടുകളിലുണ്ട്. ഡൽഹിയിലെ പാക് ഹൈക്കമ്മീഷൻ അംഗമായിരുന്ന ഡാനിഷിനെ അടുത്തിടെ പുറത്താക്കിയിരുന്നു. ഡാനിഷുമായും ഇയാൾ മുഖേന പരിചയപ്പെട്ട പാക് ചാര സംഘടനയിലെ ഷാക്കിർ എന്ന റാണ ഷഹബാസുമായും വാട്സാപ്പ്, ടെലിഗ്രാം, സ്നാപ്ചാറ്റ് തുടങ്ങിയ സാമൂഹിക മാധ്യമങ്ങൾ വഴിയാണ് ജ്യോതി ആശയവിനിമയം നടത്തിയിരുന്നത്. ഇന്ത്യയിലെ വിവിധ സ്ഥലങ്ങളെക്കുറിച്ചുള്ള തന്ത്രപ്രധാനമായ വിവരങ്ങൾ ജ്യോതി ഇവർക്ക് കൈമാറിയതായാണ് വിവരം. മാത്രമല്ല, സാമൂഹിക മാധ്യമങ്ങളിൽ പാകിസ്ഥാന്റെ പ്രതിച്ഛായ വർദ്ധിപ്പിക്കാനുള്ള ദൗത്യവും യുവതി ഏറ്റെടുത്തു. ഇതിനിടെ പാക് ചാര സംഘടനയിൽപ്പെട്ട ഒരാൾക്കൊപ്പം യുവതി ബാലിയിലേക്ക് യാത്ര നടത്തിയതായും അന്വേഷണ ഉദ്യോഗസ്ഥർ പറഞ്ഞു.
പഞ്ചാബിലെ മലേർകോട്ട്ല സ്വദേശിയായ ഗുസാലയും പാക് ഹൈക്കമ്മീഷൻ വഴിയാണ് ഡാനിഷുമായി പരിചയത്തിലായത്. വിധവയായ ഗുസാല പാകിസ്ഥാൻ വിസയ്ക്കായി 2025 ഫെബ്രുവരി 27-നാണ് ഡൽഹിയിലെ പാക് ഹൈക്കമ്മീഷനിലെത്തിയിരുന്നത്. ഇവിടെ വെച്ച് ഡാനിഷുമായി പരിചയത്തിലായി. പിന്നീട് ഇരുവരും സാമൂഹിക മാധ്യമങ്ങളിലൂടെ സംസാരിക്കുന്നത് പതിവായി. വാട്സാപ്പിന് പകരം ടെലിഗ്രാം ഉപയോഗിച്ച് ആശയവിനിമയം നടത്താനായിരുന്നു ഡാനിഷ് യുവതിയോട് നിർദ്ദേശിച്ചിരുന്നത്. ടെലിഗ്രാം വഴിയുള്ള ആശയവിനിമയമാണ് കൂടുതൽ സുരക്ഷിതമെന്ന് ഇയാൾ യുവതിയെ ധരിപ്പിച്ചു. വീഡിയോ കോളും പതിവായിരുന്നു. ഇതിനിടെ യുവതിയുമായി പ്രണയത്തിലായ ഡാനിഷ് വിവാഹ വാഗ്ദാനവും നൽകിയിരുന്നു. ഏപ്രിൽ 23-ന് ഗുസാല തന്റെ സുഹൃത്തായ ബാനു നസ്രിയയുമായി വീണ്ടും പാക് ഹൈക്കമ്മീഷൻ സന്ദർശിച്ചിരുന്നു. ഇവർക്കും ഡാനിഷ് ഇടപെട്ടാണ് വിസ അനുവദിച്ചതെന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞു. ഡാനിഷുമായി സാമ്പത്തിക ഇടപാടുകൾ നടത്തിയതിനാണ് മലേർകോട്ട്ല സ്വദേശിയായ യാമിർ മുഹമ്മദിനെ അറസ്റ്റ് ചെയ്തത്. പാക്ചാരന്മാരുടെ നിർദ്ദേശപ്രകാരം ഇന്ത്യൻ സിം കാർഡുകൾ വിതരണം ചെയ്തതിനും പണം കൈമാറിയതിനുമാണ് ഹരിയാനയിലെ നൂഹ് സ്വദേശിയായ അർമാൻ പിടിയിലായത്. ഇയാൾ 2025-ലെ ഡിഫൻസ് എക്സ്പോ സന്ദർശിച്ച് വിവരങ്ങൾ കൈമാറിയതായും അന്വേഷണ ഉദ്യോഗസ്ഥർ പറഞ്ഞു. പട്യാല കന്റോൺമെന്റിന്റെ വീഡിയോകളും ചിത്രങ്ങളും പാകിസ്ഥാൻ അയച്ചു നൽകിയതിനാണ് വിദ്യാർത്ഥിയായ ദേവീന്ദർ സിംഗ് ഗില്ലൺ പിടിയിലായത്. അതായത് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. നമ്മൾ ഭയങ്കര റെസ്പോൺസിബിൾ ആവും വേണം. സോഷ്യൽ മീഡിയ ഡെയിലി യൂസ് ചെയ്യുന്നവർ, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നവർ, ട്രാവൽ ചെയ്യുന്നവരൊക്കെ. കാരണം ഏതെങ്കിലും ഒരു അൺനോൺ സോഴ്സിൽ നിന്നോ അല്ലെങ്കിൽ നമുക്ക് അറിയാവുന്ന ആളുകളായിരിക്കും ചിലപ്പോൾ അവരുടെ ആർക്കെങ്കിലും വേണ്ടിയിട്ടൊക്കെ നമ്മളുടെ കോണ്ടന്റുകൾ ചോദിച്ചാലോ അല്ലെങ്കിൽ നമ്മുടെ ഫോട്ടോസ് വീഡിയോസൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ദയവ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, എടുത്തൊന്ന് പിടിച്ച് അയച്ചു കൊടുക്കാതിരിക്കുക. ഒന്ന്. രണ്ടാമത് പല പല ഓഫേഴ്സ് വരും തരൂടെ. ഭയങ്കര മോഹിപ്പിക്കുന്ന ഓഫേഴ്സൊക്കെ തന്ന് പലട്ട് പിടിക്കാൻ നോക്കും. നമുക്ക് നമ്മുടെ രാജ്യമാണ് വലുതെന്നുള്ളൊരു ബോധം നമുക്ക് നമ്മുടെ തലേനകത്ത് വേണം. ഓക്കെ. കാരണം ഞാൻ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ട്രാവൽ വ്ളോഗേഴ്സ് അല്ലെങ്കിൽ ഇതേപോലെ നാട് എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത് നമ്മളെ മലയാളികളാണ്. സീരിയസ്ലി നമ്മളെ മലയാളി കമ്മ്യൂണിറ്റിയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ട്രാവൽ ചെയ്യുന്നതും എക്സ്പ്ലോർ ചെയ്യുന്നതും സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായിട്ട് ഇങ്ങനത്തെ ട്രാവൽ കോണ്ടന്റുകളൊക്കെ അപ്ലോഡ് ചെയ്യുന്ന ആളുകളുള്ളത്. സോ ബി വെയർ, വെരി കെയർഫുൾ. ബിക്കോസ് വല വിരിച്ച് ഇവന്മാർ നമ്മുടെ രാജ്യത്തിൻ്റെ അകത്ത് തന്നെ ഇരിപ്പുണ്ട്. പല രീതിയിലുള്ള മാനിപ്പുലേഷൻസ് ഇവന്മാർ ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഈ നേരത്തെ ഞാൻ കാണിച്ചു തന്ന ആ ലേഡി, ഓക്കെ, ട്രാവൽ വിത്ത് ജോ എന്നുള്ള പേരിലാണ് അവരെന്ത് ചെയ്യുന്നത്. അവിടെ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഉള്ളത്. അവർ ഹരിയാൻവി പ്ലസ് പഞ്ചാബി എന്നൊക്കെ പറഞ്ഞ് ഇന്ത്യേൻ്റെ മറ്റേ ഫ്ലാഗും ചിഹ്നമൊക്കെ ഭയങ്കര എന്താ പറയുക, എന്തോ വലിയ പ്രൗഡ് പോലെ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കാണിച്ചത് മറ്റേ ഡബിൾ ഏജൻറ്റ് പരിപാടി. ജ്യോതി മൽഹോത്ര കേരളത്തിൽ വന്നു പോയിട്ടുണ്ട്. അതിൻ്റെ പരിപാടികളൊക്കെ എന്തൊക്കെയാണോ എന്ന് എനിക്കറിയാൻ പാടില്ല. കാരണം ഓൾമോസ്റ്റ് എല്ലായിടത്തും ഇന്ത്യയിൽ ഒരു ട്രാവൽ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇത് മാത്രമല്ല, പഹൽഗാം ഇഷ്യൂ ഉണ്ടായ സമയത്ത് ഇവർ ലൈവ് ഇട്ടിട്ടുണ്ടേ. അതാണ് അതിൻ്റെ ഒരു ഏറ്റവും വലിയ ഭീകരമായ ഫേസ്. ഇവർ ഇത്രയൊക്കെ ഇരുന്നിട്ട് പാക്കിന് വേണ്ടി ഉണ്ടാക്കി കൊടുത്തിട്ട് ഒരു ഉളുപ്പില്ലാതെ കയറി ലൈവ് ഇട്ടിട്ട് സങ്കടവും പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഈ ബാക്ക് പോയിട്ട് ഇവരുടെ വീഡിയോ ഞാൻ കാണിച്ചു തരാം. हिंदुस्तानी पाकिस्तानी बहन बहन सिस्टर सिस्टर ऐसा कुछ लग ही नहीं रहा कि ये पाकिस्तानी है मैं हिंदुस्तानी हूँ. हम तो सेम ही लग रहे हैं ना. आंखों के लेंस देख लो, मिला ले जरा. भाई अब मैं कह सकती हूँ हिंदू और मुस्लिम हो चाहे या इंडियन और पाकिस्तानी हो, मुझे तो कुछ डिफरेंसेस नजर नहीं आ रहे. और ये इस साल का नारा होना चाहिए, कोड होना चाहिए, सिस्टर कोड. और देखिए ग्लासेस में हमारे ब्लैक ब्लैक. और सुंदर कौन है ये बताना चाहता. ഓ സിസ്റ്റർ കോഡ്, ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒരു തരത്തിലുള്ള വ്യത്യാസമില്ല എന്നൊക്കെ പറഞ്ഞ് വഴിഞ്ഞൊഴുകയാണ്. ബിച്ചിസ്ഥാനെ കുറിച്ചിട്ടുള്ള ആ ഒരു എന്താ പറയുക, പ്രമോഷൻ ഭയങ്കരമായിട്ട്. ഇവർ ബിച്ചിസ്ഥാന് പോയിട്ടുള്ളത് അവിടെ ടെമ്പിൾ സന്ദർശിക്കാനാണ്. അവിടുത്തെ ഹിന്ദുക്കൾ എങ്ങനെ ജീവിക്കുന്നു ആൻഡ് ഹിന്ദു കമ്മ്യൂണിറ്റി എങ്ങനെ മുന്നോട്ട് പോകുന്നു, അവിടുത്തെ ഹിന്ദു ടെമ്പിൾ കാണിച്ചു തരാനാണ് എന്നൊക്കെയുള്ള ഒരു സംഗതി പറഞ്ഞിട്ടാണ് ഇവർ കൂടുതലായിട്ടും ബിച്ചിസ്ഥാനിലേക്ക് യാത്ര നടത്തിയിട്ടുള്ളത്. ഓക്കെ. അപ്പോൾ അത് ഒരു നറേറ്റീവ് കൊണ്ടുവന്നിട്ട് അങ്ങനെ പോയി കഴിഞ്ഞാൽ പിന്നെ ആരും പ്രത്യേകിച്ചിട്ട് എന്ത് ചെയ്യില്ല, ഇവരെ സംശയിക്കുകയൊന്നുമില്ലല്ലോ. സോ അവിടെ ചെന്നിട്ട് അമ്പലത്തിന് മുന്നിൽ നിന്ന് കൊടിയും പിടിച്ച് ബാക്കി ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ആരും ശ്രദ്ധിക്കാത്ത രീതിയിൽ അതങ്ങോട്ട് ക്യാമഫ്ലാജ് ചെയ്ത് കളയാമെന്ന് വിചാരിച്ചിട്ടുണ്ടാവും. എന്താണെങ്കിലും രാജ്യത്തിനകത്തിരുന്ന് രാജ്യത്തിനെ ഒറ്റിക്കൊടുത്ത ഒരു 6 അറസ്റ്റിലായിട്ടുണ്ട്.
ഇനി എത്ര എണ്ണത്തിനെ പൊക്കും എന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത്. കാരണം പഹൽഗാം ഇഷ്യൂ ഉണ്ടായപ്പോൾ തന്നെ വീഡിയോസൊക്കെ ചെയ്യുന്ന സമയത്ത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, നമ്മുടെ രാജ്യത്തിരുന്ന് നമ്മളെ മണ്ണിനോട് ഒട്ടും കൂറില്ലാതെ എതിർ രാജ്യത്തിനോട്, ശത്രുക്കളോട് ഭയങ്കരമായിട്ടുള്ള സ്നേഹവും കൂറും പുലർത്തുന്ന കുറേ എണ്ണങ്ങളുണ്ട്. ഇതിപ്പോൾ ഇവന്മാർ ഡയറക്റ്റായിട്ട് അവരെ സഹായിച്ചു. ഇനിയിപ്പോൾ ഇവിടെ ഇരുന്നിട്ട് പിച്ചസ്ഥാനെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നവരുടെ അടുത്ത് പിച്ചസ്ഥാൻ വല്ല ഓഫറുമായിട്ട് വന്നു കഴിഞ്ഞാൽ അവന്മാരും സപ്പോർട്ട് ചെയ്യില്ല എന്നാര് കണ്ടു? ചിലപ്പോൾ ചെയ്യും, പറയാൻ പറ്റില്ല. കാരണം അങ്ങനെ ഞാൻ പറയുമ്പോൾ ഓരോ കോമെൻറ്റ്, ഓരോ പോസ്റ്റുകളും ഇവിടുത്തെ ഗവൺമെൻറ് മോണിറ്റർ ചെയ്യണം. അതുപോലത്തെ മനസ്ഥിതിയുള്ള കാരണം എന്താ പറയുക, രാജ്യത്തിന് പുറത്തിരിക്കുന്ന ശത്രുവിനേക്കാ ഡേഞ്ചറാണ് രാജ്യത്തിനകത്തിരിക്കുന്ന മുഖം മൂടിയിട്ട ശത്രുക്കൾ. നമ്മുടെ ഇടയിൽ തന്നെ ഉണ്ട് കുറേ എണ്ണം, തിരിച്ചറിയാൻ പറ്റണം. പിന്നെ അഗെയിൻ ഞാൻ പറയുന്നു, ദയവ് ചെയ്തിട്ട് ഇപ്പോൾ എൻ്റെ ഇതേ പ്ലാറ്റ്ഫോമിനകത്തിരിക്കുന്ന എൻ്റെ വ്ളോഗേഴ്സിനോടും അല്ലെങ്കിൽ ബാക്കിയുള്ളവരോടാണ് പറയുന്നത്, പല രീതിയിലുള്ള ഓഫേഴ്സ്, പല രീതിയിലുള്ള മാനിപ്പുലേഷൻസ്, പല രീതിയിലുള്ള ചതിക്കുഴികൾ ഒക്കെ വരും. ഡോണ്ട് ട്രസ്റ്റ് എനിവൺ, ഡോണ്ട് എവർ ട്രസ്റ്റ് എ പിച്ചസ്ഥാൻ. ഓക്കെ, നമ്മുടെ രാജ്യമാണ് നമുക്ക് ഏറ്റവും വലുത്. അത് ഏതറ്റം വരെ പോയാലും ആ രാജ്യത്തിനെ സേഫ് ആക്കുക, സെക്യൂർ ആക്കുക, രാജ്യത്തിനൊപ്പം നിൽക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. അല്ലാതെ ഇമാതിരി പരിപാടി പിച്ചസ്ഥാന് വേണ്ടിയിട്ട് ചെയ്യില്ലാന്ന് എനിക്കറിയാം. 100% എല്ലാവരും നമ്മളെ കൂട്ടത്തിൽ കടിപൊളിയാണ്. പക്ഷെ ഇമാതിരി കുറേ എണ്ണങ്ങളുണ്ടേ. ഇനി എത്ര എണ്ണങ്ങൾ ഉണ്ട് എന്നാണ് ഞാൻ ആലോചിച്ചു നോക്കുന്നത്. കുറേ എണ്ണങ്ങൾ ഉണ്ടാവും. അതും ഇവരുടെ ഒരു സംഗതിയാണ്, ഒരു സ്ത്രീകളെയാണ് കൂടുതൽ ടാർഗറ്റ് ചെയ്യുന്നത് ഇവന്മാർ. അത് വേറെ വിഷയം. അതുകൊണ്ട് ഇതിനകത്തിട്ടാണ് സ്ത്രീകളെയാണ് ഇവർ വല്ലാണ്ട് ടാർഗറ്റ് ചെയ്ത് പിടിച്ചിട്ടുള്ളത്.